കെ.പി.സി.സി അധ്യക്ഷനായി ഇത്തവണ കൊടുക്കുന്നൽ സുരേഷ് വരട്ടെ എന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ FB പോസ്റ്റ്. കൊടുക്കുന്നൽ കോൺഗ്രസിന്റെ സൗമ്യമുഖം എന്നും പാർട്ടിക്ക് വിധേയനെന്നും പോസ്റ്റിൽ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനു താജാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ടത്. കെ.പി.സി.സി നേതൃമാറ്റ ചർച്ചകൾക്കിടയിലാണ് കൊടുക്കുന്നലിനെ പിന്തുണച്ച് സാമൂഹ്യ മാധ്യമ പ്രചരണം. ലിജോയുണ്ട് വിവരങ്ങൾ നൽകാനായി. ലിജോ, ഈ പോസ്റ്റിൽ കൊടുക്കുന്നൽ വരട്ടെ എന്ന് പറയുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് പോസ്റ്റിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനുതാജ് പറയുന്നത്? അജി, കെ.പി.സി.സി അധ്യക്ഷൻ മാറും എന്നുള്ള ഒരു പ്രചരണങ്ങൾക്കിടെ അത്തരത്തിലുള്ള ചർച്ചകൾ നിറയുന്നതിനിടെയാണ് ഈ കൊടിക്കുന്നിൽ സുരേഷിനെ അടുത്ത തവണ പ്രസിഡന്റ് ആക്കണമെന്നൊരു ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം നേതാക്കൾ, അതായത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് നേതൃത്വത്തിൽ തന്നെ ഒരു FB പോസ്റ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിന് പിന്നാലെ പല നേതാക്കളും അത് ഷെയർ ചെയ്യുകയൊക്കെയും ചെയ്തിട്ടുണ്ട്. അതിൽ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഇതാണ്: കൊടിക്കുന്നിൽ സുരേഷ് കോൺഗ്രസിന്റെ സൗമ്യ മുഖമാണെന്നും എന്നും പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കുന്നയാളാണെന്നും സാധാരണക്കാരന്റെ ശബ്ദമാണെന്നും അതുകൊണ്ട് ഇത്തവണ അവസരം നൽകണം എന്നുള്ള ഒരു കാര്യമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 8 തവണയാണ് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇത്തവണ മുൻ തവണകളിൽ നിന്ന് മാറി ഒരു പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് ഒരാൾക്ക് കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനം നൽകിക്കൊണ്ടൊരു മാതൃക കാണിക്കണമെന്നും പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നു. ഇത്തരത്തിലൊരു പോസ്റ്റ് വന്നത് കാരണം ഇതിന്റെ അടിസ്ഥാനമായി നേതാക്കളോട് സംസാരിക്കുമ്പോൾ, ഇത്തരത്തിൽ ഈ കൊടിക്കുന്നിൽ സുരേഷിനെ അനുകൂലിക്കുന്ന നേതാക്കളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്: കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി വരുന്ന സമയത്ത് അതിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഒരു പ്രത്യേക ക്ഷണിതാവായിട്ട് മാത്രമായിരുന്നു ഉൾപ്പെടുത്തിയത്. പാർട്ടി പല ഘട്ടങ്ങളിലും ലഭിക്കാമായിരുന്ന സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോൾ പോലും യാതൊരു തരത്തിലുള്ള പരസ്യ പ്രതികരണങ്ങൾക്കോ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യങ്ങളിലേക്കോ മറ്റു പലരും കടന്നപ്പോഴും കൊടിക്കുന്നിൽ അവിടെ നിശബ്ദത പാലിച്ച് പാർട്ടി അനുസരിച്ച്. അതുകൊണ്ട് ആ സീനിയോറിറ്റി കൂടെ കണക്കാക്കിക്കൊണ്ട് ഇത്തവണ പരിഗണിക്കണമെന്നൊരാവശ്യമാണ് വരുന്നത്. അത്തരത്തിലൊരു പ്രചരണമാണ് ഇപ്പോൾ ഒരു വിഭാഗം നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അജി, ശരി ലിജോ.